ദേ കനകെ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഇവൾ എന്തെങ്കിലും നിന്റെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിലുണ്ടല്ലോ, പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും പറയുകയാണെങ്കിൽ ദേ കാരണം പുകച്ചോരണം കൊടുത്തേക്കണം. അപ്പം നീ കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, ദേ നീ ആയിരിക്കും തല്ല് വാങ്ങുക. ഇതാരാ പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ മൂർത്തി സാറാണ്. ആരോടാ? നമ്മുടെ കനകയോട്. ആരെ പറ്റിയാണ്? നമ്മുടെ ജലജയെ പറ്റി. എന്ത് കാരണത്താലാണ് നമ്മുടെ മൂർത്തി സാർ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ദേ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനുശേഷം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കൂ. അപ്പോഴായിരിക്കും ഞാനിടുന്ന ഇതുപോലെയുള്ള ഓരോരോ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കനക ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്, കണ്ണൊക്കെ നിറച്ച് വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരികയാണ്. അനി ചോദിക്കുകയാണ്, ആൻറ്റി എന്തിനാ കരയുന്നത്? ഏയ് ഞാൻ കരഞ്ഞില്ല മോനെ, എൻ്റെ കണ്ണിലെ ഒരു കരട് പോയതാ. അല്ല ആൻറ്റി കരഞ്ഞു. എന്താ ആൻറ്റി കാര്യം? എന്തിനാ കരയുന്നത്? ആൻറ്റി ഇവിടെ ആരെങ്കിലും വല്ലതും പറഞ്ഞോ? അമ്മായി വല്ലതും പറഞ്ഞോ? ഇല്ല മോനെ അനി, ഞാൻ മൂർത്തി സാറിനെ കുറിച്ച് ഓർത്തപ്പോൾ സങ്കടം വന്നതാണ്. മുത്തശ്ശന് എന്ത് പറ്റി? മോനെ മുത്തശ്ശന് സുഖമില്ലാത്തതല്ലേ, അതേക്കുറിച്ചൊക്കെ ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഓ, മുത്തശ്ശനെ ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ആൻറ്റി. മുത്തശ്ശൻ്റെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കനക ചോദിക്കുകയാണ്, മോനെ ആദർശിനെ പറ്റി എന്താ നിൻ്റെ അഭിപ്രായം? ആദർശേട്ടനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ ആൻറ്റി. ആദർശേട്ടൻ്റെ തണലിൽ തന്നെയാണ് ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആദർശേട്ടൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ടും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായതുകൊണ്ടുമാണ് മുത്തശ്ശൻ ഈ ബിസിനസ്സൊക്കെ ആദർശേട്ടനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താ ആൻറ്റി ചോദിക്കാൻ കാര്യം? ഏയ് ഒന്നുമില്ല മോനെ. ആദർശിന് നയനയോടുള്ള ആ ഒരു ഇതിനെപ്പറ്റി എന്താണ് മോൻ്റെ അഭിപ്രായം? നയനേട്ടത്തിയെ പറ്റിയുള്ള കാര്യമെന്ന് ചോദിച്ചാൽ എനിക്ക് കൂടുതലൊന്നും എനിക്കറിയില്ല. പക്ഷേ അവർ തമ്മിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട് ആൻറ്റി. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് ആദർശേട്ടൻ. പച്ചയായ മനുഷ്യനെന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. നയനേട്ടത്തിയെ പറ്റി പറഞ്ഞാലും അത്രയും നല്ല സ്വഭാവത്തിനുടമയാണ് നയനേട്ടത്തി. പക്ഷേ അങ്ങനെയുള്ള നയനേട്ടത്തിയെ എന്തിനാണ് ആദർശേട്ടൻ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്കതിനെപ്പറ്റി അറിയില്ല ആൻറ്റി എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ കനക പറയുകയാണ്, എന്തെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു അകൽച്ചയൊക്കെ മാറുമായിരിക്കും അല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനക ഇങ്ങനെ കണ്ണൊക്കെ നിറയ്ക്കുകയാണ്. കനക ഇങ്ങനെ കണ്ണൊക്കെ നിറച്ച് സങ്കടപ്പെട്ടിട്ട് അവിടെ നിന്നിങ്ങനെ മാറിപ്പോവുകയാണ്. അങ്ങനെ അനിക്കും വിഷമമാവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ നയന കഴുകിയിട്ടിരുന്ന സാരികളൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ആ സാരികളും കൊണ്ട് മേലോട്ട് കയറി ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ നയനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യ നമ്മുടെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കണം, നയനെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ നയന ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. എടി നയനെ, നീ ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത് വന്നവരാണ്. എന്നിട്ടും നീ നിന്നെപ്പറ്റി ഒരു കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ മോളെ. നീ ഇത്രയേറെ ദുഃഖം അനുഭവിച്ചാൽ ഇവിടെ കഴിഞ്ഞുകൂടുന്നതെന്ന് നീ എന്തുകൊണ്ടാണ് പറയാഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. സംഭവം ആദർശിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ നയന പറയണേ, ഏയ് ഒന്നുമില്ല ചേച്ചി, അത് പിന്നെ ഞാൻ പറയാഞ്ഞതാണ്. ആരും ഒരിക്കലും ഒന്നും അറിയരുതെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എല്ലാം നമ്മുടെ അമ്മ കണ്ടുപിടിച്ചു. അതോടുകൂടിയാണ് എനിക്ക് ആകെ വിഷമമുണ്ട് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യ പറയുകയാണ്, ആദർശേട്ടനെ പറ്റി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും അല്ലായിരുന്നടി കരുതിയിരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയുകയാണ്, അത് ചേച്ചി, അത് ഒന്നും ആദർശേട്ടനും ഞാനും തമ്മിൽ നല്ല ഇഷ്ടത്തോടെയൊന്നും ആയിരുന്നില്ലല്ലോ ചേച്ചി കല്യാണം കഴിച്ചത്. വിവാഹത്തിന് മുമ്പ് തന്നെ നമ്മൾ തമ്മിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതാണെങ്കിൽ ആദർശേട്ടൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുമാണ്. ആദർശേട്ടന് അതുകൊണ്ട് തന്നെ എന്നെ ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാ ചേച്ചി നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്നിങ്ങനെ പറയുകയാണ്. ബെഡ്റൂമിൽ ആദർശേട്ടനൊരു പരാജയമാണെന്ന് ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് പറയുക? ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ ശരിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ചേച്ചി ഞാൻ ജീവിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യയ്ക്ക് നല്ല സങ്കടം വരികയാണ്. നവ്യ ഇങ്ങനെ നമ്മുടെ നയനയെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മോളെ, നീ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും സേവിച്ച് നീ ഇവിടെ കഴിഞ്ഞ ഓരോ നിമിഷവും നീ ചങ്ക് പൊട്ടിയാ നടന്നതെന്ന് എനിക്കറിയാൻ പാടില്ലാതെ പോയല്ലോ മോളെ.
നീ എന്നോട് അതേക്കുറിച്ചൊന്നും സൂചിപ്പിച്ചതുമില്ല. ഞാനാണെങ്കിലുണ്ടല്ലോ ഓരോ നിമിഷവും നിന്നെ ഇവിടെ നിന്ന് എങ്ങനെ പുറത്ത് ചാടിക്കാം എന്നൊക്കെയുള്ള ചിന്തയിലാണ് നടന്നത്. ശരിക്കും പറഞ്ഞാൽ നിന്റെ ജീവിതം കണ്ടിട്ട് എനിക്ക് അസൂയ വരെ തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അഭിയുടെ സ്വഭാവം കൊണ്ടിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, ആദ്യം എന്നെയാണല്ലോ ആദർശേട്ടൻ മോഹിച്ചത്. അപ്പോൾ ആ ഒരു ഇത് തട്ടിക്കളഞ്ഞതിൽ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. ആദർശേട്ടൻ്റെ ഭാര്യയാകാൻ കഴിയാഞ്ഞതിൽ നിരാശയും തോന്നിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് മോളെ, എനിക്കിതൊക്കെ കേട്ടിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ നയന പറയുകയാണ്, ചേച്ചി ഞാനും ഒരു സാധാരണ പെണ്ണ് തന്നെയാണ്, എനിക്കും ഉണ്ട് ചേച്ചി എൻ്റേതായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ. എനിക്ക് നല്ല സങ്കടമുണ്ട്. ആദർശേട്ടനെ ഒന്ന് അടക്കി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും എനിക്കെൻ്റെ ആദർശേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ആദർശേട്ടൻ എന്നെ സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. അതിനുവേണ്ടിയാണ് ചേച്ചി ഞാൻ ശ്രമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ഈ ജന്മത്ത് അല്ല, എല്ലാ ജന്മത്തും ആദർശേട്ടൻ എൻ്റേത് തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കും ആഗ്രഹമുണ്ട് ചേച്ചിയെ പോലെ ഒരു കുഞ്ഞിനെ അമ്മയാവാനും പ്രസവിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയായിട്ട് കഴിയാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹം എനിക്ക് നീതി തരുന്നില്ല ഈ ഒരു കാര്യത്തിൽ മാത്രം. എനിക്കതിനെപ്പറ്റി അറിയില്ല ചേച്ചി. പിന്നെ അദ്ദേഹം പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ മുത്തച്ഛൻ്റെ കാലശേഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. ഞാൻ അതിനും റെഡിയാണ് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന വലിയ സങ്കടത്തോടു കൂടി പറയുകയാണ്. അപ്പം നമ്മുടെ നവ്യ പറയുകയാണ്, എന്തിനാ മോളെ നീ ഇങ്ങനെ ഇത്രയൊക്കെ ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഇവിടെ ഇങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കുന്നത്? നിനക്കിവിടെ നിന്ന് ഇട്ടെറിഞ്ഞിട്ട് പൊയ്ക്കൂടെ? നിനക്ക് നല്ലൊരു ജീവിതം വേറെ കിട്ടുമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയാണ്, അല്ല ചേച്ചി, ഞാൻ ഇവിടുന്ന് പോയാലും ഇവിടെ നിന്നാലും എവിടെയാണെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ താലിമാല എൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവും. എൻ്റെ ഭർത്താവ് എന്നും ആദർശേട്ടൻ തന്നെയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. നവ്യ ആകെ വിഷമിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ കനക ഇങ്ങനെ മാറി നിന്ന് തൂണിൽ പിടിച്ചിങ്ങനെ നിന്ന് കരയുകയാണ്. അപ്പോൾ ആ സമയത്തിന് അങ്ങോട്ടേക്ക് നമ്മുടെ മുത്തശ്ശൻ വരികയാണ്. മുത്തശ്ശൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ കനകെ, എന്തിനാ നീ കരഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഏയ് ഒന്നുമില്ല മൂർത്തി സാറേ എന്ന് പറയണം. കള്ളം പറഞ്ഞു തുടങ്ങിയോ? കനകയും കള്ളം പറയുകയാണോ? കനകയെ കള്ളം പറയരുതെന്ന് ഇന്നാളെ പറഞ്ഞതല്ലേ, വീണ്ടും കനക കള്ളം പറയുവാണോ? ഏയ് അതൊന്നുമല്ല മൂർത്തി സാറേ, സന്തോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. സന്തോഷം കൊണ്ട് കരയേ? എന്താ അതിനിപ്പോൾ ഇത്രയേറെ സന്തോഷം? അതല്ല മൂർത്തി സാറേ, അപ്പോൾ ഉടനെ മൂർത്തി ചോദിക്കണം, അല്ല അഭിയുടെയും നവ്യയുടെയും ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാണോ കനക സങ്കടപ്പെടുന്നത്? അതൊന്നും അല്ല, എനിക്ക് ആദർശ് മോനെ നയനയും കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞതാണ് എന്ന് പറയുന്നത്. എന്താ ഇതിനു വേണ്ടി ഇപ്പോൾ അത്രയ്ക്ക് സന്തോഷിച്ച് കണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്? അല്ല, എൻ്റെ മോക്ക് ഇത്രയും നല്ലൊരു പയ്യനെയാണല്ലോ ഭർത്താവായി കിട്ടിയത് എന്നാലോചിച്ചപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനക ഓരോന്നൊക്കെ ആയിട്ട് പറഞ്ഞ് ഒപ്പിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ തമ്മിൽ നല്ല ചേർച്ചയാണ് കനകെ. പിന്നെ നിന്നോടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്ദി പറയേണ്ടത്. കാരണം ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് മരുമകളായിട്ട് തന്നില്ലേ. അതിനു വേണ്ടിയിട്ട് എന്തായാലും കനകയുടെ മൂത്ത മോൾക്ക് ഇപ്പോൾ സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇനി അവളും പതുക്കെ നയനെ പോലെ ആവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ കനക അവിടെ തന്നെ നിന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിന്ന് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് കരയുകയാണ്. അതേസമയം നമ്മുടെ ആദർശാണെങ്കിൽ ഇങ്ങനെ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ട് പുള്ളിക്കാരൻ എപ്പോഴും അത് തന്നെയാണല്ലോ ജോലി, വേറൊരു പണിയില്ലല്ലോ, അതിലിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കനക ചായയും കൊണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നത്, ആദർശ് മോനെ ഇതാ ചായ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അവിടെ വെച്ചേക്കും ആൻറ്റി എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ കനക പോകാനായിട്ട് തുടങ്ങിയിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, ആദർശ് മോനെ, എനിക്ക് ആദർശ് മോനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ ആൻറ്റിക്ക് പറയാനുള്ളത്? അതെ ആദർശ് മോൻ നല്ലൊരു ഭർത്താവ് തന്നെയാണ്, അതെനിക്കറിയാം. ഇവിടെ എല്ലാവർക്കും ആദർശ് മോനെ പറ്റി നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ പെൺമക്കൾ നല്ല രീതിയിലല്ല ഈ കുടുംബത്തേക്ക് വന്നു കയറിയതെന്ന് ആദർശ് മോൻ അറിയാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയണം, ഇതൊക്കെ തന്നെയല്ലേ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. നയനയും എപ്പോഴും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, ഇതിപ്പോൾ പറയാനുള്ള സാഹചര്യം എന്താ എന്നിങ്ങനെ ചോദിക്കണം. അല്ല ആദർശ് മോനെ, അത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക പറയുകയാണ്,
സത്യം പറഞ്ഞാലുണ്ടല്ലോ ആദർശ് മോനെ, എനിക്ക് നല്ല സങ്കടമുണ്ട്. നവ്യമോള് അമ്മയായിട്ടുണ്ട്, വിശേഷം അറിയിച്ചു. ഇനി അതുപോലെ തന്നെ നയനമോളും അമ്മയാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മാസം കഴിയുമ്പോൾ തന്നെ പെൺകുട്ടികൾ അമ്മയായില്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചോദിക്കും എന്താ വിശേഷം അറിയിക്കാത്തതെന്ന്. അത് പിന്നെ പിന്നെ പോകെ പോകെ അതൊരു സങ്കടമായി തീരും. അതുകൊണ്ട് ഇനിയും വച്ച് താമസിപ്പിക്കേണ്ട മോനെ. എത്രയും പെട്ടെന്ന് ഒരു മുത്തശ്ശനും ആവാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ആദർശ് ഇങ്ങനെ ആലോചിക്കണേ, ഇവരെന്താ ഈ തള്ള എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു പക്ഷേ ഇനി അവൾ ചെന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ ആദർശ്. അപ്പോൾ ആ സമയത്ത് കനകയോട് ചോദിക്കുകയാണ്, അല്ല നയന വല്ലതും പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയണേ, ഇല്ല മോനെ, ഇല്ല, എന്നോട് നയനമോളൊന്നും പറഞ്ഞില്ല, ഞാൻ എൻ്റെ ആഗ്രഹം മോനോട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ കനക അങ്ങിറങ്ങി പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ കനക നേരെ ചെന്നിട്ട് ആകെ സങ്കടപ്പെട്ട് നമ്മുടെ ജലജയുടെ മുറിയിലാണല്ലോ ഇപ്പോൾ കനകയുടെ വാസം. അവിടെ ഇങ്ങനെ കാലുമേ വെച്ചിരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ആ സമയത്തിന് അങ്ങോട്ടേക്ക് നമ്മുടെ ജലജ വരികയാണ്. ജലജ ചോദിക്കണം, എന്താടി ഇവിടെ തിന്നും കുടിച്ച് ഇവിടെ അങ്ങ് കഴിഞ്ഞാൽ മതിയോ? ഇവിടെ ഉള്ളവർ നിൽക്കാൻ പറയും, നീ അതിനു മുമ്പേ ഇവിടെ നിൽക്കാൻ റെഡി ആയിട്ടല്ലേ വരുന്നത്, ചാപ്പാടെല്ലാം നല്ല രീതിയിൽ അങ്ങ് കഴിയുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയാണ് നമ്മുടെ കനകയെ. എന്നിട്ട് അപ്പോൾ ഉടനെ നമ്മുടെ കനക പറയണം, അല്ല ഇവിടെ തൊരപ്പനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ജലജ പറയുകയാണ്, ഒരു തൊരപ്പൻ ഇവിടോട്ട് വന്ന് കയറിയിട്ടുണ്ട്, തൊരപ്പനെ ഇനി തല്ലിക്കൊല്ലണം എന്നിങ്ങനെ പറയുകയാണ് ജലജ. അതിനുശേഷം ജലജ പറയണം, അല്ല തല്ലിക്കൊന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഈ തൊരപ്പനെയും കെണി വച്ച് പിടിക്കണം, അതിനുശേഷം വെള്ളത്തിൽ മുക്കി കൊല്ലണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കനക പറയണം, വെള്ളത്തിൽ മുക്കി കൊന്നിട്ട് മാത്രം കാര്യമില്ല, തൊരപ്പനെ ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ വരഞ്ഞ് മുളക് പൊടിയൊക്കെ ഇങ്ങനെ തേക്കണം, അതിനുശേഷം അതിനെ എടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ജലജ ചോദിക്കണം, നീ എന്താടി കനകെ ഇങ്ങനെ പറഞ്ഞത്? നീ എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ പറയുന്നത്, എനിക്കങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ കനക പറയണം, ഞാൻ അങ്ങനെ ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ലേ പറഞ്ഞത്, ഇവിടെ തൊരപ്പനുണ്ട്, തൊരപ്പനെ മുക്കിക്കൊല്ലണമെന്ന് നിങ്ങൾ പറഞ്ഞു, മുളക് പുരട്ടി കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞു, അതിലിപ്പോൾ എന്താ തെറ്റ്? പിന്നെ തൊരപ്പൻ മാത്രമല്ല, ഇവിടെ ഒരു മരപ്പട്ടി കൂടിയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കനകയാണ് പറയുന്നത്. ആ മരപ്പട്ടിയെ തല്ലി കൊല്ലണം, ആ മരപ്പട്ടിയെ തല്ലിക്കൊന്നതിന് ശേഷം മാത്രമേ ഇവിടെ എല്ലാവർക്കും സമാധാനം കിട്ടൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയണേ, നീ എന്നെയല്ലേടി ഉദ്ദേശിച്ച് പറഞ്ഞത്? നീ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞതെന്ന് എനിക്കറിയാം, നാണോ മാനോ ഇല്ലാതെ എൻ്റെ മുറിയിൽ കയറി ഇരുന്നിട്ട് എന്നെ തന്നെ നീ കുറ്റം പറയുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ കനക പറയാണ്, ഈ മുറിയിൽ കയറിയത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, ഇവിടുത്തെ അച്ഛനും അമ്മയും കൂടിയാണ് എന്നെ ഈ മുറിയിൽ കയറ്റിയത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നീ പോയി അവരോട് പറയടി എന്ന് പറയാണ്. നീ എന്താ വിളിച്ചത്? എടീന്നോ എന്നെ വിളിച്ചത്? അതെ, എടീന്ന് വിളിച്ചെന്ന് പറഞ്ഞ് എന്താ കുഴപ്പം? നിനക്കെല്ലാവരും എടീന്ന് വിളിക്കാമോ? എനിക്കെന്താ വിളിച്ചൂടെ? നിന്റെ അഹങ്കാരം ഉണ്ടല്ലോ ഞാൻ തീർത്ത് തരുന്നുണ്ട്. പിന്നെ അതിനിച്ചിരി പുളിക്കും. എടി, നിനക്ക് ഈ കനകദുർഗ ആരാണെന്ന് അറിയില്ലല്ലോ, എൻ്റെ ശരിക്കുള്ള സ്വഭാവം കൊണ്ട് എടുത്താലുണ്ടല്ലോ നിന്നെ ഇങ്ങനെ കാലെ പിടിച്ച് വലിച്ചു കയറി ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ജലജ പറയണേ, ആഹാ നീ കൊള്ളാലോടി, എടി നിനക്കിപ്പോൾ ഈ ദുർഗ ആരാണെന്ന് ഇപ്പം തന്നെ കാണിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക ഇങ്ങനെ നിന്നിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഉടനെ മൂർത്തി സാറേ നയനമോളെ എന്ന് വിളിച്ചിട്ട് ഒറ്റൊരു ഓട്ടം ഓടുകയാണ്, നേരെ ഹോളിലേക്ക് ഓടുകയാണ്. എന്നിട്ട് ഇങ്ങനെ കുരവള്ളിയിൽ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കിടന്ന് അഭിനയിക്കുകയാണ് പുള്ളിക്കാരത്തി. അതിനുശേഷം ഇങ്ങനെ സെറ്റിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കനകയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ നയന വയ്ക്കണം, എന്താ അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയത്? എൻ്റെ മോളെ എന്നെ കൊന്നടി, അമ്മേരെ കഴുത്തി പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചടി മോളെ. ആരാ അമ്മയോട് അങ്ങനെ ചെയ്തത്? മോളെ, അമ്മയ്ക്ക് തൊണ്ടയിൽ നിന്ന് കുടിനീര് പോകുന്നില്ല മോളെ. ജലജ, അല്ലാതെ ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഉടനെ തന്നെ അവിടെ മുത്തശ്ശൻ, ദേവയാനി, എല്ലാ ടീമുകളും അങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ട്. എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കണേ, എന്താ കനകെ, എന്താ പറ്റിയ? മൂർത്തി സാറേ, എൻ്റെ 2 കവിളിലും മാറി അടിച്ചു മൂർത്തി സാറേ. അതിനുശേഷം എൻ്റെ കുരവള്ളിയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് എന്നെ കൊല്ലാൻ നോക്കി മൂർത്തി സാറേ. എനിക്കിനി ജീവിക്കണ്ടേ, ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോയേക്കാം. ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ എന്തിനാ എന്നെ കൊല്ല ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കണം നമ്മുടെ കനക. അപ്പോൾ നമ്മുടെ മൂർത്തി ചോദിക്കണം, ആരാ ഇങ്ങനെ ചെയ്തത്? ദേ നിൽക്കുന്നു ചെയ്തവള്, ദേ ഈ ജലജ, ഇവളാണ് ഇങ്ങനെ ചെയ്തത്. അവളുടെ മുറിയിൽ നിന്നും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കണേ, എടീ ജലജേ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ?
എന്ന് ചോദിക്കണം. അതിനുശേഷം മുത്തശ്ശൻ ചോദിക്കണം, നിനക്കെന്താ കൈയില്ലായിരുന്നോ, ഇവളുടെ കരണക്കുറ്റി നോക്കി അടിച്ച് പൊട്ടിച്ചുകൂടായിരുന്നോ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ കനക പറയുകയാണ്, അത് പിന്നെ ഞാൻ എങ്ങനെ മൂർത്തി സാറേ ഈ വീട്ടിലുള്ള ഒരാളെ തല്ലുന്നത്? തല്ലിയെന്നും പറഞ്ഞേ ഒരു കുഴപ്പമില്ല, നിനക്ക് തല്ലാനുള്ള അർഹതയുണ്ട്. നിന്റെ 2 പെൺമക്കൾ ഈ വീട്ടിൽ മരുമക്കളാണ്, വന്നു കയറിയ മരുമക്കളാണ്. അതുകൊണ്ട് തന്നെ നിനക്കുള്ള അത്ര പോലും സ്ഥാനം ഇവക്കില്ല ഈ വീട്ടിൽ. അതുകൊണ്ട് ഇവൾ എന്ത് തോന്നിയാസം കാണിച്ചാലും നീ തല്ലി ഒതുക്കിക്കോ, ഒരു പ്രശ്നവുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയണം, അതേ ജലജെ, അതേ കനകെ, നിന്നെ ഇത്രയ്ക്കൊക്കെ സങ്കടപ്പെടുത്തിയിട്ട് ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ട് നീ എന്തിനാ സഹിച്ചത്? നിനക്ക് നല്ല തല്ല് വെച്ച് കൊടുത്തുകൂടായിരുന്നോ, അടിച്ച് തല്ലി താഴെ ഇട്ടുകൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജലജ പറയണം, ഇല്ലച്ചാ, ഇതൊക്കെ ഇവള് വെറുതെ പറയുന്നതാ, ഇതൊക്കെ ഇവളുടെ നാടകമാ, ഞാൻ ഇവളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയണം, മിണ്ടരുത് നീ, ഒരക്ഷരം നീ ഇനി മിണ്ടിപ്പോവരുത്, കുറേ നാളായിട്ട് സഹിക്കുന്നു. കനകെ, ഇവളിന് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ നീ ഒന്നും നോക്കണ്ട, മുന്നും പിന്നും ഒന്നും നോക്കണ്ട, ചെകിട് പൊളക്ക അടിച്ച് പറ്റിച്ചു കൊടുത്തരാം, തള്ളയായാലും മോനെ ആയാലും ഇവിടെ ആരും ചോദ്യം ചെയ്യില്ല എന്ന് പറയുകയാണ്. കനകയുടെ അഭിനയം ഒന്നൊന്നര അഭിനയം. അപ്പോഴത്തേക്ക് ഇത് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശനൊരു ഓർഡർ ഇടുകയാണ്, ഇനി മുതൽ ഈ വീട്ടിൽ നവ്യയുടെയും കനകയുടെയും എല്ലാ കാര്യവും ജലജയും അഭിയും കൂടി ചെയ്യണം. ആൺകുട്ടികൾ അടുക്കളയിൽ കയറിയെന്നും പറഞ്ഞ് കയ്യും കാലും ഒന്നും ഒടിഞ്ഞു തൂങ്ങി പോകത്തില്ല. മര്യാദയ്ക്ക് നിൻ്റെ മോനോട് പറയണം, നാളെ മുതൽ നവ്യയ്ക്ക് എന്ത് വേണമെങ്കിലും അവൻ ചെയ്തു കൊടുക്കണമെന്ന് പറയണം. അതുപോലെ കനകയുടെയും നവ്യയുടെയും കാര്യം നീയും ചെയ്യണം. കനക ഇനി മുതൽ അടുക്കളയിൽ കയറി ഒരു ചായ പോലും ഉണ്ടാക്കാൻ പാടില്ല. എന്ത് വേണമെന്ന് വെച്ചാൽ അത് നീ തന്നെ ചെയ്തു കൊടുത്തോളണം, ഇത് നിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ നോക്കിയിട്ട് ദേവയാനി നോക്കിയിട്ട് പറയണം, ഈ വീട്ടിലെ 2 പെൺകുട്ടികളുടെ അമ്മയാണ് ഈ നിൽക്കുന്ന കനക. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ വന്നു കയറിയ നിങ്ങൾക്കുള്ളതിനേക്കാൾ കുറച്ചുകൂടി സ്ഥാനം ഇവർക്കാണ് കൊടുക്കേണ്ടത്. ഈ വീട്ടിൽ പലരും അവളോട്, അതായത് കനകത്തിനോട് ഒരു സ്നേഹവും ഒരു പരിഗണനയും കാണിക്കുന്നില്ല, വെറുപ്പോടുകൂടിയാണ് അവരെ നോക്കുന്നതെന്നൊക്കെ ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ദേവയാനി കൂടി കേൾക്കാനാണ് പറയുന്നത്. അപ്പോൾ ഉടനെ ദേവയാനി പറയണം, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ, നീ ഒന്നും പറഞ്ഞിട്ടില്ല, നിൻ്റെ നോട്ടം മതിയല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ദേവയാനി ഇങ്ങനെ ജലജ ഇങ്ങനെ തുറച്ചിങ്ങനെ നോക്കിയിട്ട് ദേവയാനി ഒരു പോക്കങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കനകയാണെങ്കിൽ തകർത്ത് വെച്ചങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോൾ ആകെ അടി കിട്ടിയ മട്ടിലിരിക്കുകയാണ് നമ്മുടെ ജലജ. അപ്പോൾ അതേ സമയത്ത് മുത്തശ്ശൻ ഒരു വാക്കും കൂടി പറയുകയാണ്, ഏത് പാതിരാത്രിയും നവ്യയോ കനകയോ നിന്നോടൊരു ചൂട് കോഫി വേണമെന്ന് പറഞ്ഞാൽ പോലും ആ ക്ഷണം നീ കൊണ്ടു കൊടുത്തോളണം എന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഓർഡർ ഇട്ടിട്ട് പോവുകയാണ്. പിന്നാലെ ഓർഡർ ഇട്ട് നമ്മുടെ മുത്തശ്ശി പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പല വഴിക്കായിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നീട് അവിടെ അവസാനമായിട്ട് നവ്യയും നയനയും അതുപോലെ നമ്മുടെ ജലജയും കനകയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നമ്മുടെ കനകയോട് നമ്മുടെ ജലജ ചോദിക്കണം, അല്ലടി നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്നായിട്ട് അഭിനയിച്ച് തകർത്തല്ലോ, നിന്നെ ഞാൻ എപ്പോഴാടി തല്ലിയത്, എപ്പോഴാണ് ഞാൻ നിന്നെ തല്ലിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ കനക. തല്ലിയില്ല എന്ന് പുള്ളിക്കാരത്തി തുറന്ന് പറയുമായിരിക്കും, അതേക്കുറിച്ചൊന്നും പറയുന്നില്ല, അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇതോടുകൂടി തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. ഇനി എൻ്റെ ചാനലൊന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. കമൻറ്റ് ചെയ്യുന്നവരാരാണെന്നൊക്കെ ഞാൻ നോക്കി വെക്കുന്നുണ്ട്. എനിക്കറിയാം, എനിക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്കൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, പക്ഷേ എനിക്കറിയാം അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അവരോട്. അതുപോലെ എനിക്ക് ലൈക്ക് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ, അവരോട് പ്രത്യേകം നന്ദിയുണ്ട്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവുമായിട്ടും രാത്രി പ്രൊമോ വീഡിയോയുമായിട്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.